ഞാൻ ഇന്നിവിടെ ഫ്രൂട്ട് കസ്റ്റേർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിഷുവിന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയില്ലേ കണി വയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഈ പ്രാവശ്യം ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായി നമ്മൾ ആദ്യം മാതളം, ചുമന്ന മുന്തിരി, പച്ച മുന്തിരിങ്ങ, കുറച്ച് പേരയ്ക്ക, ചെറിയ പഴം, മാമ്പഴം, കുറച്ച് ആപ്പിൾ, ഇത്രയുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിനായി എല്ലാ ഫ്രൂട്ട്സും ചെറുതായി കട്ട് ചെയ്ത് ഞാനിവിടെ വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇട്ടോളാം. പൈനാപ്പിൾ ഒഴിച്ച് ബാക്കി എല്ലാം ഇതിൽ ചേർക്കാവുന്നതാണ്. ഇതുണ്ടാക്കാനായി ബേക്കേഴ്സിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിനായി 1.5 കവർ പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു ബൗളിൽ 4 സ്പൂൺ പൗഡറാണ് ഉപയോഗിക്കുന്നത്. 1.5 കവർ പാലായതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ പൗഡർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് 1 കവറാണെങ്കിൽ അതിൽ കുറച്ച് പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പാൽ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നിങ്ങളിതിലേക്ക് ചേർത്തോളൂ. ഞാനിവിടെ ഇത്ര പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പഞ്ചസാര, ഈ മധുരം കുറച്ച് മതി. ഫ്രൂട്ട്സിലൊക്കെ മധുരം ഉള്ളതുകൊണ്ട് കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യമായ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം. അതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതാ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇതുപോലെ നല്ല തിക്കായിട്ട് കുറുകി ഇരിക്കണം, എങ്കിലേ കസ്റ്റേർഡ് ശരിയായ രീതിയിൽ വരുള്ളൂ. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷമേ ഫ്രൂട്ട്സ് ഇടാൻ പാടുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് കുറേശ്ശെയായിട്ട് ഇതിൽ ചേർക്കുകയാണ്. ഇതിൽ പൈനാപ്പിൾ ഒരിക്കലും നിങ്ങൾ ചേർക്കില്ല. എനിക്ക് ഒരിക്കൽ ഉണ്ടാക്കിയ അബദ്ധമായി പോയി, നല്ല കയ്പ്പ് വരും. അപ്പോൾ നിങ്ങൾ ഇതിൽ പൈനാപ്പിൾ ഒഴിച്ച് ബാക്കി നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്.
ഇത് നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. രുചികരമായ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിത് കണ്ടില്ലേ, ഇത്ര മനോഹരമായിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. നിങ്ങൾ കണ്ടില്ലേ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതിൻ്റെ ആ കളറും ടേസ്റ്റും ഇതുപോലെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.